നായകൻ രോഹിത് ശർമ്മയുടെ തുടർച്ചയായ ബാറ്റിംഗ് പരാജയം ഇന്ത്യയെ വിഷമിപ്പിക്കുകയാണ്. ടീമിന്റെ വിജയങ്ങളെ ഇക്കാര്യം വലിയ തോതിൽ ബാധിച്ചു തുടങ്ങി എന്നാണ് വിമർശകരുടെ ഭാഷ്യം. ഈ വർഷം ലോകകപ്പ് കിരീടം നേടിയ ശേഷം രോഹിത് അന്താരാഷ്ട്ര T20 ഫോർമാറ്റിൽ നിന്ന് വിടവാങ്ങുകയുണ്ടായി. ഓസ്ട്രേലിയയിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റിൽ 2 ഇന്നിംഗ്സുകളിലുമായി രോഹിത് നേടിയത് ആകെ 9 റൺസാണ്. ആദ്യ ഇന്നിംഗ്സിൽ 3 റൺസിനും രണ്ടാം ഇന്നിംഗ്സിൽ 6 റൺസിനും പുറത്തായി. ഈ മാച്ചിൽ 6 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി മധ്യനിരയിലേക്ക് മാറിയത് കൂടിയായിരുന്നു അദ്ദേഹം. ഇനിയും ഏകദിന ടെസ്റ്റ് മത്സരങ്ങളിൽ മികച്ച സ്കോറുകൾ കണ്ടെത്താനായില്ലെങ്കിൽ കരിയറിന് ദോഷകരമാകും. പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ വിജയം നേടിയെങ്കിലും രോഹിത് ടീമിലുണ്ടായിരുന്നില്ല. ജസ്പ്രീത് ബുംറ നായകനായും പ്ലെയർ ഓഫ് ദി മാച്ചായും വിജയത്തിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോയി. അഡ്ലൈഡ് ഓവലിൽ രണ്ടാം ടെസ്റ്റിൽ രോഹിത്തിന്റെ ഗംഭീര തിരിച്ചുവരവ് പ്രതീക്ഷിച്ചെങ്കിലും 2 ഇന്നിംഗ്സുകളിലും വലിയ പരാജയമായി. രോഹിത് ശർമ്മയുടെ ബാറ്റിംഗിൽ ചെറിയ ആശങ്കയുണ്ടെന്ന് ഇന്ത്യൻ ബാറ്റിംഗ് താരം ചേതേശ്വർ പൂജാര അഭിപ്രായപ്പെട്ടിരുന്നു. ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്തുമ്പോഴും സമാനമായ പന്തുകളിൽ LBW ആയോ അല്ലാതെയോ രോഹിത് ശർമ്മ പുറത്താകുന്നത് തുടരുന്നുവെന്നും ബാറ്റിംഗിലെ ഫോം നഷ്ടം രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ ബാധിച്ചേക്കാമെന്നും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്താനുള്ള അവസരം നഷ്ടപ്പെടുന്നതിന്റെ തൊട്ടരികെ നിൽക്കുമ്പോൾ ഇന്ത്യക്കിത് നല്ലതല്ലെന്നും പൂജാര വ്യക്തമാക്കുന്നുണ്ട്. അവസാന 2 ഇന്നിംഗ്സുകളിലും രോഹിത് പുറത്തായ രീതി ആശങ്കയുണ്ടാക്കുന്നതായി പൂജാര ചൂണ്ടിക്കാട്ടി. ആദ്യ ഇന്നിംഗ്സിൽ സ്കോട്ട് ബോലാൻഡിന്റെ പന്തിൽ LBW ആയി. രണ്ടാം ഇന്നിംഗ്സിൽ പാറ്റ് കമ്മിൻസിന്റെ പന്തിൽ ബൗൾഡായി. ഇന്ത്യൻ ആരാധകനെന്ന നിലയിൽ രോഹിത് എത്രയും വേഗം ഫോം വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും ഹർഭജൻ പറഞ്ഞതുപോലെ ക്യാപ്റ്റന്റെ ബാറ്റിംഗ് വളരെ പ്രധാനമാണെന്നും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയെയും ഇക്കാര്യങ്ങൾ ബാധിക്കുമെന്നും രോഹിത് പുറത്താകുന്ന രീതിയിൽ അല്പം ആശങ്കയുണ്ടെന്നുമാണ് പൂജാരയുടെ പ്രതികരണം. 3ാം ടെസ്റ്റിന് മുന്നോടിയായി രോഹിത് ശർമ്മയ്ക്ക് ഒരു സുപ്രധാന നിർദ്ദേശം നൽകി മുൻ ഇന്ത്യൻ പരിശീലകനും പ്രമുഖ കമന്റേറ്ററുമായ രവി ശാസ്ത്രിയും രംഗത്തെത്തിയിരുന്നു. രോഹിത് 3ാം ടെസ്റ്റിൽ അദ്ദേഹത്തിന്റെ സ്ഥിരം പൊസിഷനായ ഓപ്പണിംഗിലേക്ക് തിരിച്ചു പോകണമെന്നാണ് രവി ശാസ്ത്രിയുടെ നിർദ്ദേശം. അഡ്ലൈഡ് ടെസ്റ്റിൽ കമന്ററി പറയുന്നതിനിടെയായിരുന്നു രോഹിത് ശർമ്മ ഓപ്പണിംഗിലേക്ക് മടങ്ങിയെത്തണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. രോഹിത്തിനെ വീണ്ടും ഓപ്പണിംഗിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയതിനൊപ്പം പാറ്റ് കമ്മിൻസിനെ പോലെ ടീമിനെ മുന്നിൽ നിന്ന് രോഹിത് നയിക്കണമെന്നും അദ്ദേഹം പറയുന്നു. ഓപ്പണിംഗിലാണ് രോഹിത്തിന് നന്നായി തിളങ്ങാൻ കഴിയുകയെന്നും ഇതിനൊപ്പം രവിശാസ്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അവസാനം കളിച്ച 12 ടെസ്റ്റ് ഇന്നിംഗ്സുകളിൽ ആകെ ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് രോഹിത്തിന് നേടാൻ സാധിച്ചത്. 6, 5, 23, 8, 2, 52, 0, 8, 18, 11, 3, 6 എന്നിങ്ങനെയാണ് അവസാന 12 ഇന്നിംഗ്സുകളിൽ രോഹിത്തിന്റെ സ്കോറുകൾ വന്നിട്ടുള്ളത്. ഈ മത്സരത്തിൽ 11.83 മാത്രമാണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശരാശരി. രവിശാസ്ത്രി നിർദ്ദേശിക്കുന്നത് പോലെ ഓപ്പണിംഗിലേക്ക് തിരിച്ചെത്തി രോഹിത് ഫോമിലേക്ക് വരുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ടെസ്റ്റിൽ ഓപ്പണറായി കളിച്ച് 44.01 ബാറ്റിംഗ് ശരാശരിയിൽ 2685 റൺസ് രോഹിത് ശർമ്മ നേടിയിട്ടുണ്ട്.